എപ്പോഴെപ്പോഴും ഈ ചെറി തല്ലി പൊളിച്ചു കഴിഞ്ഞു വെച്ചാൽ ആ കുട്ടികൾക്ക് ആകെ 2 ചെറിയുള്ളൂ അല്ലേ? സുകന്യയുടെ ഡയലോഗാണ് കേട്ടാ, ചെറു തല്ലി പൊളിക്കും, ചെറു തല്ലി പൊളിക്കും. എങ്ങനെ എത്രയൊക്കെ ചെറിയ തല്ലി പൊളിക്കാൻ പറ്റുന്ന ആൾക്ക്. അപ്പോഴേ ബാക്കിയപ്പോ നിങ്ങളുടെ തല്ലി എന്താ പൊട്ടില്ലേ? മേമ തല്ലിയ ലേട്ടാ എന്താ സ്റ്റീൽ ബാർ. അപ്പോഴേ നമ്മുടെ കുറേ കൂട്ടുകാർ എന്താ നമുക്കിങ്ങനെ മെസ്സേജ് ഇടും കേട്ടോ. ആ മെസ്സേജ് ഇടുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് നമ്മളിങ്ങനെ മറുപടി. സുകന്യല്ലേ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എടത്തിയമ്മ ഇതാ വിളിക്കണോട്ടോ ഗൂഗിൾ പേയില് എങ്ങനെ ചെയ്യേണ്ടി വെച്ചാ ചേച്ചിനോട്. അപ്പൊ ഞാൻ പറഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഗൂഗിൾ പേ. അപ്പൊ ഗൂഗിൾ പേ നമ്പർ തരാൻ പറഞ്ഞു. ഞാൻ സതിയുടെ നമ്പർ കൊടുത്തു. ഇത് ഞാൻ എവിടെ പോയി എടുക്കണം വെച്ചിട്ടാ നീ എന്തിനാ നമ്പർ കൊടുത്തു, എന്തിനാ കോൾ അറ്റൻഡ് ചെയ്ത് ഞാനൊന്നും ചെയ്യില്ല. ആ ഫോൺ അടിച്ചു വന്നപ്പോ ഞാനും കിച്ചു ഉണ്ടായിരുന്നു ഇവിടെ. കിച്ചു ഫോൺ അപ്പൊ ഞാൻ വന്നിട്ട് ഫോൺ എടുത്തിട്ട് അവരെ ചോദിച്ചു ശംഖുഷത്തിൽ സാരി ഉണ്ട് അതിന് എത്ര റേറ്റ് ചോദിച്ചു. അപ്പൊ റേറ്റ് പറഞ്ഞെടുത്തു, ഇത് പറഞ്ഞെടുത്തു, അത്രേ ചെയ്തുള്ളൂ. അതെന്താണെന്നറിയോ? അത് പറയാൻ കാരണം എന്താണെന്നറിയോ? കാരണം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ മെസ്സേജുകൾ വരുമോ വിചാരിച്ചോ? ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഒരു മെസ്സേജ് ഫസ്റ്റത്തെ മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റത്തെ ഈ ലാസ്റ്റ് മെസ്സേജ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മെസ്സേജുകൾ ഫുള്ള് ലാസ്റ്റിക്ക് പോകും. ഈ ലാസ്റ്റ് പിന്നെ നമ്മൾ പിന്നെ നോക്കുമ്പോൾ ഉണ്ടാവും ഒരു 100 മെസ്സേജ് വന്നിട്ടുണ്ടാവും ഈ ഫ്രണ്ട്. പിന്നെ തിരഞ്ഞാൽ കിട്ടിയില്ല. കാരണം നമ്മളൊക്കെ ഈ കളി കളിക്കുന്ന ഈ ഫോണും കൊണ്ടാണ് കേട്ടോ. ഇത് 2000 ചിലപ്പോ എൻക്വയറി വന്നൊക്കെ ചിലപ്പോ ഓട്ടത്തിന്റെ പക്കത്ത് നിൽക്കുന്ന താങ്കളൊക്കെ അടിപ്പോയി. അതിന് 2500 രൂപയുടെ ഫോണാണിത്. ഈ ഒരു ഫോണ് ഇത് ഗുരുസ്വാമി വിൽക്കാൻ പോയപ്പോ ഏട്ടൻ ഗുരുസ്വാമി വിൽക്കാൻ പോയപ്പോഴേ ഏട്ടൻ പോയി ഏട്ടൻ പറഞ്ഞു അതൊന്ന് കൊടുക്കുകയാണ് വെച്ചാൽ എനിക്ക് തരും പറഞ്ഞു. കടക്കാർ ഈ 2500 റുപ്യ വില കണ്ടുള്ളൂ കേട്ടോ. ഇതിലെന്തോ ഒരു പ്രശ്നം ഉണ്ട്. എന്താണെന്നറിയുമോ? സൗണ്ട് അധികം കേൾക്കില്ല. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. സൗണ്ട് കേൾക്കില്ല, ബാക്കിയൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ എന്താ നമ്മളിതിങ്ങനെ സാരികളുടെ ഇങ്ങനെ ഓരോ റേറ്റ് ചോദിക്കുമ്പോഴേ പെട്ടെന്ന് ഇങ്ങനെ തരണ്ടേ. ഈ സാരിയില്ലേ പൂക്കളം സാരി, ഈ സാരി നല്ല രസമാട്ടോ. എൻ്റെ പൊതുവായ അഭിപ്രായമാണ്. നല്ല രസമാണ് കാണാൻ. എന്താ കാരണം ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പൂക്കളല്ലേ കാണുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് പൂക്കളാട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. ഇന്ന് ഇത് കണ്ടപ്പോൾ സുകന്യറിയാണ് എവിടേക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടോ? ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞില്ലേ? ഇനി അധികമൊന്നുമില്ല. ഇതാണ്ടോ? ഇത് ഇതാണ്ടോ? അപ്പോൾ ചില കൂട്ടുകാർ പറഞ്ഞത് എന്താ ഓൾഡ് ഫാഷനാണെന്ന്. ഇത് ഓൾഡ് ഫാഷനൊന്നല്ല കേട്ടോ. എല്ലാവരും എന്താ സിമ്പിൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഹെവി വർക്കായിട്ട് അങ്ങനെ എന്താ പണ്ട് കടും കളറുകളൊന്നും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല പൊതുവെ കേട്ടോ. ഇപ്പോൾ എടുത്ത സാരി എടുത്ത ആൾക്കാർക്കൊക്കെ എംബ്രോയിഡറി ചെയ്തതാണ്. നോക്കിയൊക്കെ നന്നായിട്ടില്ലേ അല്ലേ? മറ്റേത് പ്രിന്റഡ് അല്ലേ വരിക, ഇത് അതല്ല കേട്ടോ. ഇത് എംബ്രോയിഡിങ്. ഇതാ കണ്ടോ? നൂലും കൊണ്ട് കണ്ടില്ലേ? അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഇതിങ്ങനെ കാണുമ്പോൾ ഇപ്പോൾ 2-3 പേര് ഇതില്ലേ എടുത്തവർ ഇതിൻ്റെ ഇനി വേണം പറഞ്ഞിട്ട് അത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ സാരി വേണമെന്ന് ഞങ്ങൾ വീഡിയോയിൽ കണ്ടതിനേക്കാളും നന്നായിട്ടുണ്ട് ചേച്ചി സാരി പറഞ്ഞിട്ട്. വീഡിയോയിൽ കാണുമ്പോൾ എല്ലാം മനസ്സിലാവില്ലല്ലോ. വീഡിയോയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവില്ലല്ലോ അറിയാം. ഇതാണ് പ്രശ്നം. എന്താണെന്നറിയോ? എടുക്കും, അത് കഴിഞ്ഞിട്ട് മടക്കലാണ് സുകന്യ പ്രശ്നം. ഇങ്ങനെയൊന്നും അല്ലടാന്ന് പറയുന്ന പോലെ ലേട്ടാ. ഇതിപ്പോൾ എന്താ വെച്ചാൽ വേണ്ട, ഞാൻ തന്നെ മടക്കും. എന്താ അങ്ങനെ? എനിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. എന്നെ കൊണ്ട് നടക്കണ്ടേ സുകന്യ? നടക്കണം. ടിഷ്യൂ കണ്ട നമ്മൾ ചെയ്ത് ശീലിക്കുമ്പോഴല്ലേ ഒക്കെ ശരിയാവുക. ചെയ്ത് ശരിയാവും അല്ലേ? ഇനി നമുക്ക് നാളെ എല്ലാവരും ചോദിക്കുന്നുണ്ട് നെയ്റ്റി കൊണ്ടുവരുന്നില്ലേന്ന്.
നമ്മൾ നെയ്റ്റി കൊണ്ടുവരുന്നുണ്ട്. ഈ ചുരിദാറില്ലേ, എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഈ ചുരിദാറും അതേപോലെ നല്ല കാണാൻ നല്ല രസമുള്ള കേട്ടോ. ഇതിൽ മറൂണ് അതേപോലെ തന്നെ റെഡൊക്കെ എന്താ മറൂണ് റെഡ് ഒക്കെ പാൻറ്റുകൾ ഇട്ട് കഴിഞ്ഞൊക്കെ നന്നായിരിക്കും. അപ്പം ഞാൻ പഠിച്ചു കേട്ടോ മടക്കാൻ. അച്ഛമ്മ മദ്രാസക്ക് കഴിഞ്ഞില്ലേ? ഇല്ല ഇല്ല, ഇനിയുണ്ട്. ഇന്നലത്തെ തിരക്കേണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ടാമത് ഇറക്കാരായിന്ന്. എന്താ ചവിട്ടിയിൽ മൊത്തം ആക്കിയിട്ട് ആ ചവിട്ടി മൊത്തം കേടുവന്നു. ചായയിൽ അതിനൊക്കെ പാടിട്ട് കുത്തിക്കലക്കിയിട്ട് തിന്നെ. അപ്പൊ ഉമ്മനേഴി ഭാഗത്തൊക്കെ ഗ്രൂപ്പിലൊക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട്, എന്തൊക്കെയാ പറയുന്നുണ്ട്. ആ ഇതിൻ്റെ ഒരു വീക്കഴുത്തുണ്ടായിരുന്നു കേട്ടോ, അത് വേഗം പോയി. വീക്കഴുത്തായിട്ടുള്ളത് ഉണ്ടായിരുന്നു, അത് എത്ര വേഗം പോയി വെച്ചിട്ടാ. ഞാനിത് എന്തായാലും ഒന്ന് എടുക്കും ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ റെഡോ നല്ല ചോപ്പുള്ള പെയിൻ്റൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാവും സുകന്യെ? പോയിട്ട് കുപ്പിവെള്ളം ഇട്ടോ. ഞാൻ കരിവാള ഇട്ടപ്പോൾ എല്ലാവരും പറയാം നല്ല കരിവാള എങ്ങനെ പ്രസ് ചെയ്ത് ചെറുത് കുത്തിക്കയറ്റിന്ന്. ഞാൻ പിന്നെതാ നമ്മുടെ ഓർണമെന്റ്സിന്റെ ഇതാണ്ടോ ഇതിന്റെ കൂടെ. അങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, ഓർണമെന്റ് കൃത്യമായിട്ട് കാണിക്കണ്ട്. ഒന്നും വരെയായിട്ട് കാണിച്ചിട്ട് കാര്യമില്ല. ഒരുപാട് ആവശ്യക്കാര് ചോദിച്ച കാര്യങ്ങൾ, അപ്പൊ അത് കൃത്യമായിട്ട് കാണിക്കും. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കുന്നത്. ഒരു വീഡിയോ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇനി നമ്മൾ ഡെയിലി കുഞ്ഞു മക്കൾക്കൊക്കെ ഇടാൻ പറ്റുന്നത്, ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന മാലകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ നമ്മുടെ ഇതിലിൻ്റെ അനിയട്ടനൊരു കാര്യം മാത്രം പിന്നെ ചോദിച്ചില്ലേ, താലിമാല ഇടാൻ പറ്റുന്ന മാല ഉണ്ടോ എന്നുള്ളത്. എന്താ ഈ ഒരു മാല താലിമാലയ്ക്ക് ഇടാൻ പറ്റുന്ന മാലയാണ് കേട്ടോ. കണ്ടോ, ഇത് എൻ്റെ അമ്മ ഒരുപാട് ഉപയോഗിച്ചു ഈ മാല, കണ്ടോ അല്ലേ? ഇത് പിന്നെന്താ ഇന്ദുപിരി ഉണ്ട്, അങ്ങനത്തെ മാലകളൊക്കെ ഉണ്ട് കേട്ടോ. അനിയേട്ടത് കാണിച്ചില്ലേ? ഇന്ദുപിരി എന്തൊക്കെയോ പിരി കാണിച്ചു. അനിയേട്ടൻ കാണിക്കാത്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണിക്കാത്ത കഷ്ടം പോലുണ്ട്, അതിലാകെ കുറച്ച് കാണിച്ചുള്ളൂ. അതന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇതാ ഈ സംഭവം കണ്ടോ, ഇതൊന്നും അധികം കാണാത്തതല്ലേ. കണ്ട, ഇതൊക്കെ സെറ്റ് സാരിയുടെ കൂടെ ഇട്ടാലേ അടിപൊളിയായിരിക്കും കേട്ടോ. സെറ്റ് അല്ലേ, സെറ്റ് സാരിയുടെ കൂടെ സെറ്റ് മുണ്ടിന്റെ കൂടെ അങ്ങനത്തെ കുറേ ഉണ്ട്. അതിന്റെ വേറെ മോഡൽ കുറേ ഉണ്ട്. ഒറ്റ ലോക്കറ്റ് പോലുള്ളതും ഒരുപാടുണ്ട്. അങ്ങനത്തെ ഒരുപാടുണ്ട്. ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അമ്മ കാശി രാമേശ്വരം പോയിരിക്കുകയാണ് പറഞ്ഞല്ലേ. അമ്മേനെ ഫോൺ വിളിച്ചിട്ട് കിട്ടണേയില്ല കേട്ടോ. ഇവിടെയാണെങ്കിലോ പെരും മഴയും, എനിക്കാണെങ്കിലും ആദ്യം കയറാൻ തുടങ്ങി. എന്താ അമ്മ വെള്ളപ്പൊക്കം എന്താ ഞാൻ എന്താ കേട്ടി വിചാരിച്ചിട്ട് ബ്രെഡ് ഞാൻ ബ്രെഡില്ലേന്നാ വിചാരിച്ചു. ഞാൻ ബ്രെഡ് അപ്പോൾ ഇതിലിനി ഒരുപാട് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരുപാട് മാലകളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ കോളേജ് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനെ രീതിയിലുള്ള മാലകളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ നമ്മൾ സത്യം പറയാച്ചല്ലേ നമുക്ക് എത്തണില്ല. ആ പ്രിൻ്റർ സാധനം കാണിച്ചു കൊടുക്കട്ടെ, ചെറുത്. നമ്മുടെ കലാപരിപാടികളൊക്കെ ഏത് കൂടെയാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. കിടക്കണ കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് കേട്ടോ. സത്യം പറയാച്ചാൽ ഒക്കെപ്പാടെ എല്ലാം കൂടി ഇതാ ഈ ഒരു സാധനവും ഈ ഒരു ഫോണും ആണ് നമ്മുടെ കളികളാണ് നമ്മുടെ എന്താ ആകെ ഉള്ളത്. ഇത് ചെറിയ എന്താ പറയുക പ്രിൻ്റർ അല്ലേ, ചെറുത്. ഇതിൽ വരുമ്പോൾ എത്ര നീളത്തിൽ വരും കേട്ടോ. നമ്മുടെ കുഞ്ചൂസ് ഫാമിലിയൊക്കെ ചെറുതായിട്ട് വരും. പിന്നെയും നമ്മളിങ്ങനെ ഫോണിൽ ഇതാക്കി ഓരോ അഡ്രസ്സുകൾ എഴുതി നമ്മളത് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് സമയം 4:20 നമ്മൾ രാവിലെ പുലർച്ചെ 4:20 നീച്ച് കഴിഞ്ഞു വെച്ചാൽ പിന്നെ രാത്രി 1:30 വരെ, ചിലപ്പോൾ 1:45 വരെ നമുക്കിത് ചെയ്തും കൊണ്ടേയിരിക്കണം.
അനിയനൊക്കെ 12 മണിയൊക്കെ പോയി കിടന്നോ? സുകന്യ പിന്നെ വാദങ്ങൾ കാണില്ല, കുഴപ്പമില്ല. സുകന്യ എന്താ ഇതും ഇന്നാണ് ഇങ്ങനെ കണ്ടറിഞ്ഞത്. ഇതാണ് സുകന്യ ഇന്നാണ് ഇങ്ങനെ കണ്ടറിഞ്ഞത് അറിയാ. അപ്പൊ ഇതാണ് നമ്മള് ഈ ഓർണമെന്റ്സ് സെയിൽ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാ വാങ്ങി വെച്ചെന്നറിയാം. നോക്കുമ്പോ എപ്പോഴും തിരക്കായി നോക്കുമ്പോ അതൊന്നും ഇടാനും പറ്റില്ല, ഇരിക്കാനും സമയമില്ല. അപ്പോൾ ഇതും കൊണ്ട് ഇതില് ഞാൻ എന്താ പറയണെന്നറിയോ, നമ്മള് കുറേ പേരിങ്ങനെ ഇന്ന് പൈസ ഇട്ടിട്ട് ചോദിക്കും ഇന്ന് തന്നെ നിങ്ങൾ അയക്കുമോ, ഇന്ന് തന്നെ നിങ്ങൾ അയക്കുമോ ചോദിക്കുമ്പോൾ നമ്മൾ ഒരു 10 എണ്ണമൊക്കെ ഓർഡർ ആയി കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് എന്താ വെച്ചാലും ഇത്രയും കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് പോകണമല്ലോ, എന്താ കല്ലടിക്കോട് പോകണമല്ലോ പോസ്റ്റ് ഓഫീസിൽ. ഓരോന്നിനും പോകാനും പറ്റില്ലല്ലോ. അപ്പം അത് ആയിക്കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾ പോവുക. പിന്നെ ഇന്നൊക്കെ എന്ന് പറഞ്ഞാൽ പെരും മഴയാണ്. മഴയത്ത് നമുക്ക് നമ്മുടെ ബൈക്കിൽ കൊണ്ടുപോവുക, നമ്മുടെ ഓട്ടോ ഏത് സമയത്തും പണി കിട്ടുന്ന ഒരു ഓട്ടോയാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഓട്ടോ എടുത്ത് പോയി കഴിഞ്ഞാൽ അന്ന് ആ ഓട്ടോ പണി തരും. അതാണ് ആ ഓട്ടോ. ഇനി നമുക്കില്ലേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മുടെ വിനോട്ടിൻ്റെ വണ്ടി ഉള്ളതും കൊണ്ട് നമ്മൾ തടി തപ്പണുണ്ട് അല്ലേ. ഓണാവുമ്പോൾ നോക്കട്ടെ, ആ മോട്ടർ ഞാൻ പോയി നോക്കാം. നമ്മളേ ഇതിൻ്റെ കുറേ കൊണ്ടുവന്നതാണ് കേട്ടോ. ആകെ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. പിസ്ത ഗ്രീൻ കണ്ടോ? ഇത് നല്ല സാരി കേട്ടോ, നല്ല സാരി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല. ഇത് നമ്മുടെ കുടിയിരിപ്പ് സമയത്ത് നമ്മളിത് എന്താ തെരഞ്ഞ് പറ്റിയ സാധനം. ഇതാണ്ടോ നല്ല ഭംഗിയുണ്ട്, ലൈസ് കളറ്. ഇത് മാത്രം പോയിട്ടില്ല, നല്ല വർക്കുണ്ട്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ച ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇതിന്റെ സ്റ്റോക്ക് ഇറക്കണം. ഇതാണ്ടോ ഇത് കൊടുത്താലും ഒതുങ്ങി നിൽക്കുന്ന സാരി കേട്ടോ. ഈ സാരി കൊടുത്തിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. ഈ സാരി മറ്റേ സാരിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിരുന്നു ലൈറ്റ് കളറുകളൊക്കെ അല്ലേ അധികം എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അറിയോ നന്നായി. സൺസ്ക്രീമേ അങ്ങനെ മതി, ബുദ്ധിമുട്ടാറ്. 416 രൂപ. ആ ഒരു ദിവസം പണിയെടുത്താലേ ഏട്ടാ അവരെന്നെ പറയുന്നത് കേട്ടോ, നല്ല പൈസയാണ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാലേ അതിൻ്റെ വില അറിഞ്ഞ് നമ്മൾ ചിലവാക്കണം. ആ അതന്നെ. എന്താണ് ഞാനല്ലേ വീട് കിടക്കണത്, ഇന്നെ ഇങ്ങോട്ട് വന്ന് മെയ്യ് പറയില്ലേ അല്ലേ. അച്ചുട്ടിയില്ലേ മൊത്തം ചുമന്നക്കണു. പക്ഷെ അമ്മ ചേച്ചി തല്ലിയിട്ട് ചോദ്യം നമുക്കെന്നല്ലേ വിദേശത്തു നിന്ന് 2 ഡോക്ടർമാരെ വിളിച്ചിരുന്നു കേട്ടോ. കിച്ചു അച്ചു പറഞ്ഞിട്ട്. ദേവകൃഷ്ണ പേര് പറഞ്ഞത് എന്താ അതിനെ തോന്നി, ദേവകൃഷ്ണ പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ തന്നിരുന്നില്ലേ, അവര് പിന്നെയും വിളിച്ചിരുന്നു കേട്ടോ. കുറേ നേരം സംസാരിച്ചു. നിങ്ങളൊക്കെ പോത്ത് പോലെ കിടന്നുറങ്ങിയത് കൊണ്ട് എനിക്കില്ലേ വയ്യാതെ, എന്ത് ചെയ്യണം, എനിക്ക് വേദന വന്ന ഉറക്കം വരില്ല. എനിക്ക് ഉറക്കേയില്ല, എനിക്ക് വേദന സഹിക്കാനേ പറ്റില്ല. എന്നിട്ട് ആശുപത്രി പോയി കഴിഞ്ഞു വെച്ചാൽ തന്നെ വേദന, ഏതെങ്കിലും അസുഖം വന്ന് എനിക്ക് ഉറക്കം വരില്ല. അതന്നെ പറയുന്നില്ലേ, വർക്കൗട്ടിന് പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റണില്ല. രാവിലെ വർക്കൗട്ടിന് പോയി, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാൻ കയ്യും കാലൊക്കെ വരയ്ക്കുക. എന്നിട്ട് അവിടുത്തെ ട്രെയിനി പറയും, ചേച്ചിയെ നിങ്ങൾ ഉറക്കമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് വയ്യാത്ത, നിങ്ങൾ ഉറങ്ങിയിട്ട് വന്നാൽ മതി, ഇനിയില്ലെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് വന്നാൽ മതിയെന്ന്. ശരിക്കും ഞാൻ നിങ്ങളോട് എന്താണെന്നറിയോ പറയണത്, നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ടല്ല. ചില ആൾക്കാർക്ക് വിചാരിക്കും നമുക്കൊരു കഴിവുമില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത്. ശരിക്കും അങ്ങനെയൊന്നുമല്ല. നമുക്കൊക്കെ ദൈവം എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുകൾ തന്നിട്ടുണ്ടാവും. അത് നമ്മളില്ലേ നല്ല രീതിയിൽ എന്തായിട്ട് പറയുക പുറത്തെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല ഏട്ടാ, അല്ലേ?
കാരണം നമ്മൾ കഷ്ടപ്പെടാതെ നമുക്കൊന്നും ആവില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 4:20 മുതൽ 1:30 വരെ എനിക്കൊരു കഷ്ടപ്പെടായിട്ട് തോന്നണേ ഇല്ല കേട്ടോ. എൻ്റെ കാര്യം ഞാൻ പറയുകയാണ്. കാരണം നമുക്ക് ജീവിക്കാൻ അത്യാവശ്യത്തിനുള്ളൊരു വരുമാനം നമുക്കിതൊന്ന് കിട്ടണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം. വേറൊരു സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വേറൊരിടത്തോ നമ്മൾ ജോലിക്ക് പോവുകയാണെന്ന് വെച്ചാൽ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മക്കളെ നോക്കി ഒക്കെ ചെയ്യാല്ലേ. പണിയെടുത്താൽ തന്നെ കൂലി കിട്ടും. പണിയെടുത്താലേ കൂലി കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആൾക്കാരിങ്ങനെ പറയില്ലേ, സാരീനെ പറ്റിയിട്ട് അറിയില്ല അല്ലെങ്കിൽ അതിനെ നേരെ പറ്റി അറിയില്ല എന്നല്ലേ. നമ്മളെപ്പോലെ എന്നെപ്പോലെ സത്യം പറയാച്ചാൽ ഇത് കാണുമ്പോൾ ഇതിനെപ്പറ്റി എന്താണ് പറയുക എന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറയുമോ, അങ്ങനെ ചിന്തിച്ചാൽ അങ്ങനെ ഇതാവോ എന്നൊക്കെ ചിന്തിക്കില്ലേ. അങ്ങനെയൊക്കെ ചിന്തകൾ മാറ്റി വെച്ചിട്ടില്ലേ നമ്മുടെ രീതിക്ക് നമുക്കറിയണമല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഇത് ഞാൻ പറയില്ലേ, ഇത് പൂക്കളം സാരി, ഇത് മയിൽ സാരി, നമുക്ക് അങ്ങനെ അറിയുള്ളൂ. പക്ഷെ അതിനറിയുന്ന ആൾക്കാരുണ്ടാവും, ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരുടേതായ രീതിക്ക് ചെയ്തോട്ടെ, അവരവരുടേതായ എങ്ങനെ ചെയ്താലും നമ്മള് കൊടുത്ത സാധനത്തിനൊക്കെ അഭിപ്രായം അവർ നല്ലതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്താ ഇത് പറയുന്നത് അറിയോ, കുറേ ചേച്ചിമാരാണ് വെച്ചാലും കുറേ കുട്ടികളാണ് കൊടുക്കുക. വർത്താനം അതിനെക്കുള്ള ഒരുപാട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. വർത്താനം പറഞ്ഞ കാര്യമുണ്ട്. നമ്മളിപ്പോ കടയിൽ സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്കില്ലേ, ഈ സാരി കാണുമ്പോൾ നമ്മളിത് ഉടുത്ത് കാണുമ്പോൾ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കാണുന്നു. ഇത് കാണുമ്പോൾ ഇത് ഞാൻ പറയുന്നത് കോട്ടൺ ആണ്. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂക്കളം സാരി കോട്ടൺ. അതേപോലെ ഇത് മയിൽ സാരി, അതിന് നമുക്ക് പറയുമ്പോൾ ഇതും തന്നെ സെറ്റ് സാരി കോട്ടൺ. അപ്പോൾ നമുക്ക് അതേ അറിയുള്ളൂ. അപ്പോൾ നമുക്കറിയുന്ന രീതിയിൽ ഇതും ചില ആൾക്കാർക്കില്ലേ, ഇതും പറയാറിയാത്ത ആൾക്കാരുണ്ടാവും. അവരൊക്കെ മടിച്ച് മാറി നിൽക്കാണ്ടില്ലേ, അവർക്ക് പറ്റണ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അത് നമ്മൾ ചെയ്യണ കാര്യങ്ങൾ സത്യസന്ധത ഉണ്ട്, നല്ല രീതിക്കാണ് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എന്തുണ്ടാവും എന്നറിയോ, നമുക്കൊരു വിജയം ഉണ്ടാവും ഇല്ലേ. അല്ലെങ്കിൽ ഇതാ ഈ സുകന്യയുടെ പോലെ മടിച്ച് ആരെയും പറ്റിക്കാതിരുന്നാൽ മതി, ചീണയിൽ സത്യസന്ധത ഉണ്ടായാൽ മതി. ഞാൻ സുകന്യയോട് പറയാറുണ്ട്, എന്താണെന്നറിയാം, നമ്മൾ മടിച്ചു മാറി എന്തിനിരിക്കുന്നത്. നമ്മളിപ്പോൾ ഞാനൊക്കെ സത്യം പറയാച്ചാൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിച്ചിരുന്ന ഒരാളാണ് കേട്ടോ. ഉള്ള കാര്യം പറയലോ, എന്നെ അവരെന്ത് പറയണു അല്ലെങ്കിൽ ഇവരെന്ത് പറയണു. അപ്പോൾ അനിയേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്തെന്നറിയോ, ആരെന്ത് പറഞ്ഞാലും നിനക്ക് ശരിയാണോ നിനക്ക് ഇഷ്ടമാണോ നീ ചെയ്തോ. അല്ലാതെ നീ എല്ലാവരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ശരിയാണ്, നമ്മൾക്ക് എല്ലാവരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോഴും ഞാൻ എന്താണെന്നറിയണം, എൻ്റെ പോലുള്ള കൂട്ടുകാരോടാണ് കേട്ടോ പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം അത് നിങ്ങൾ ചെയ്തോളുണ്ടോ അല്ലേ. അതിൽ ഓൺലൈനിൽ കൂടെ എന്തൊക്കെ വരുമാനം നേടാനുള്ള വഴിയാണ്. പിന്നെന്താ, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാർക്കില്ലേ അടിപൊളി അച്ചാറുകൾ, കൊണ്ടാട്ടം അങ്ങനെ ഇരുന്ന് ഉണ്ടാക്കാം അല്ലേട്ടാ. പിന്നെ അതും അല്ലാതെ 100,000 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ഓണസമയമൊക്കെ ആകുമ്പോൾ പച്ചക്കറി, അവിയലിനുള്ളത്, സാമ്പാറിനുള്ളതൊക്കെ മുറിച്ച് കവറിലാക്കിയിട്ട് വീട്ടിൽ കൊടുക്കാൻ പോവുക അത്രേ. അതൊക്കെ ഈ ബാംഗ്ലൂർ ആ സ്ഥലത്തേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്, കാരണം തിരക്കുള്ള ആൾക്കാർ വാങ്ങും. 1 കിലോ 1/2 കിലോ പറഞ്ഞിട്ട് കൊടുക്കുക അത്രേ. അപ്പോൾ എന്താ വെച്ചാൽ അത് കഴുകി, അവർക്കപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ വേണ്ടി വരും. നല്ല കഴുകി അത് വൃത്തിയാക്കി ഒരു കവറിലാക്കി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ആ സാധനം കൊണ്ടുവന്ന് രാവിലെ പരിപ്പിട്ട് കഷ്ണമായിട്ട് കറി വെക്കുക പോരെ ഇല്ലേട്ടാ. എല്ലാത്തിനും വഴിയുണ്ട്. എല്ലാവരും നമ്മള് എന്ത് മാർക്കറ്റിംഗും അതൊക്കെ അവന്റെ ഐഡിയയാണ്. അപ്പോൾ അവര് അതിങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വർക്കാകുമെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ ചിന്തിപ്പിച്ച് ശരിയാണ്, നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ 11 മണി 12 മണി വയ്ക്കുമ്പോൾ സദ്യയൊക്കെ ആവും ആവില്ലേ. അതെ, അപ്പൊ നമുക്ക് സുഖമായിട്ടിരുന്നൂടെ. എത്ര ആൾക്കാർ ജീവിക്കുന്നുണ്ട് പറഞ്ഞിട്ടാ എന്നോട്. എനിക്ക് പിന്നെ ഭയങ്കര ഒരു ആശയം ഉണ്ടായിരുന്നു കേട്ടോ, ഇതൊന്നുമില്ല എന്ന് വെച്ചാല് നമുക്ക് പൊതിച്ചോറ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു കുൾഗ്രാമമായതും കൊണ്ട് നമുക്കത് ചെയ്താൽ പോവില്ല, മുന്നോട്ട് പോവില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ, നല്ല ചോറ്, ഒരു സാമ്പാർ, ഒരു രസം, ഉപ്പേരി, അങ്ങനെ അച്ചാറൊക്കെ ഉള്ള ഒരു ചെറിയ പൊതിച്ചോറ്. ഈ പണിക്കൊക്കെ പോണ ഏട്ടന്മാരുണ്ടാവുമല്ലോ, അവർക്ക് ചിലപ്പോൾ ഈ കോൺക്രീറ്റ് പണി അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ചോറുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭക്ഷണം കഴിച്ചുകൂടെ അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങനെ ചിന്തിക്കാനുള്ള കഷ്ടപ്പെടാതെ നമ്മളില്ലേ. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞു, അതും ഞാൻ പറയാലോ, അനിയേട്ടനെ അന്ന് അങ്ങനെ ഒരു അപകടം ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞു വെച്ചാൽ ഇന്നും ഞാൻ എങ്ങനെ ഇരിക്കുന്നറിയോ, അനിയേട്ടൻ്റെ വരുമാനത്തിൽ ഇങ്ങനെ അങ്ങനെ തന്നെ എനിക്ക് നമ്മൾ പോവുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ദൈവം ഒരവസരം തന്നു.
എന്ത് എൻ്റെ കൈ മുറിഞ്ഞു, ജീവിതം ഒരു പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നു. ജീവിതത്തിൽ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ദാ നമ്മൾ സുകന്യയ്ക്ക് അതിനൊരു അവസരം കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയോ, സുകന്യ മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ സുകന്യയ്ക്കും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. ഇപ്പം ആ പൊന്നൂനെയും കൊണ്ടില്ലേ സുകന്യയ്ക്ക് ഒന്നും പറ്റില്ല. വീഡിയോ സൂര്യ വന്നല്ല, സൂര്യ കൊണ്ട് വീഡിയോ എടുക്കുക. പിന്നെ ഒരു കാര്യം മാത്രം പറയാം, നമ്മൾ ചെയ്യണതിൽ ആത്മാർത്ഥത ഉണ്ടാവണം, സത്യസന്ധത ഉണ്ടാവണം. ഒരാളെ നമ്മൾ പറ്റിക്കരുത്. പറ്റിച്ചു കഴിഞ്ഞു വെച്ചാൽ അത് എന്ന് നിലനിന്ന് പോവില്ല. നമ്മൾ നല്ല പറ്റിക്കാൻ പറ്റും, പിന്നെ ആരും പറ്റിക്കാൻ പറ്റും. നമ്മൾ പിന്നെ അവര് പറ്റിക്കാൻ പറ്റില്ല. അതുപോലെ 10 ആളെ പറ്റിക്കുമ്പോ പിന്നെന്താ, നമ്മളെ പറ്റിക്കുമ്പോ നമ്മൾ എപ്പോഴായാലും ഒരു രീതിയിൽ ജീവിക്കുക. നമ്മൾ എന്തായാലും ഒരു കാലത്ത് നമ്മളൊക്കെ പോകേണ്ട ആൾക്കാരാണ്. ഒരാളെ പറ്റിച്ചിട്ടും ദുഷ്ടത്തരം ചെയ്തിട്ടും ഒന്നും കാര്യമില്ല. നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കുക. അപ്പോൾ കുറേ കൂട്ടുകാർക്കൊരു മടി ഉണ്ടാവും, ഇന്നത് ചെയ്താൽ ഇന്നത് പറയുമോ, ആരും ഒന്നും പറയില്ല. ആദ്യം പറയും, 4 ദിവസം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, 5ാമത്തെ ദിവസം തൊട്ടൊക്കെ ശരിയാവും. എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ, എൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്കാർ പറഞ്ഞതാണ്. വീഡിയോ ഇട്ടുന്ന സമയത്ത് എൻ്റെ വീടൊക്കെ കാണിച്ച സമയത്ത് പറഞ്ഞതാണ്, നാണമാനം ഉണ്ടോ, നാണമാനം കെട്ടിട്ടല്ലേ ജീവിക്കണമെന്ന്. എനിക്കൊരു നാണമാനം ഇല്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ആലപ്പുഴയിൽ ജീവിച്ച ആൾക്കാരാണ്. നാളെ വാങ്ങണ്ടേ ഇപ്പൊ ഏട്ടാ? അങ്ങനെ ചെയ്യുമ്പോ ഞാൻ എന്തിനാ നാണിക്കണില്ല ഏട്ടാ? കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ജീവിച്ച ആൾക്കാരാണ്. നമുക്കത് എവിടെയും പറയാനൊരു മടിയില്ല. സത്യം കലാമണി പറയുന്ന കേട്ടിട്ടില്ലേ, മൂപ്പരാള് ജീവിച്ച ജീവിത രീതികൾ, മൂപ്പരാൾ എത്ര വലുതായാലും അയാള് കഴിഞ്ഞു പോയ കാലങ്ങള് പറയണില്ലേ. അപ്പൊ എനിക്ക് അതല്ല രസമുണ്ട്. അവരെന്നെ പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെന്നെ നമ്മള് വീഡിയോ ഇടാൻ പറയുമ്പോ അവര് യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം അപ്പോൾ ഞാനപ്പോൾ ഒരു ഇതിൽ പറഞ്ഞിട്ടോ, അങ്ങനെ പറയുകയും ചെയ്ത്. എന്താണെന്നറിയാം, നമ്മള് നാണമാനം കെട്ട് ജീവിക്കുകയാണോ എന്ന് വെച്ചാൽ നിങ്ങളും അതന്നെയല്ലേ ചെയ്യണത്. നമ്മളത് അതന്നെയല്ലേ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്. കാരണം നമുക്കൊരു മടിയില്ല. നമ്മുടെ അച്ഛനമ്മയും എൻ്റെ അച്ഛനമ്മയ്ക്ക് ആ കഴിവേ ഉള്ളൂ. ആ കഴിവിൽ ജീവിച്ചു വളർന്ന ഞാൻ. അപ്പോൾ എനിക്കും എൻ്റെ അനിയത്തിനുള്ള കഴിവിൽ എൻ്റെ അമ്മ അച്ഛനും വളരും, കിച്ചൂട്ടനും വളരും, സുകന്യയ്ക്ക്. അങ്ങനെയല്ലേ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്ന മക്കൾക്കല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്തിനാ വീട് പൊട്ടേന്ന് വെച്ചാൽ നാണക്കേട് തോന്നുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞത് അവിടെ, എൻ്റെ പ്രസവം കാണുന്നത് അവിടെ. അപ്പോഴൊക്കെ ഇല്ലാത്ത നാണക്കേടും കാര്യങ്ങളും എന്താണ്, അതും ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഞങ്ങൾ കോയമ്പത്തൂർ പോയപ്പോൾ ഇശയ്ക്ക് പോയ സമയത്ത് ഇത്രയേ ഉള്ളൂ. ഓരോ വീട്ടിലേട്ട ഓരോ റൂമുകളിലെ അതിൽ നമ്മുടെ ബാത്റൂമിൻ്റെ അങ്ങനത്തെ ഡോറ് വെച്ചിട്ട് താമസിക്കുന്നുണ്ട് ഒരു കുടുംബം. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുള്ളപ്പോൾ നമുക്ക് 3 റൂമുള്ളൊരു വീട് വലിയ വീടല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളില്ലേ നാണം കെട്ടിട്ടും അങ്ങനെയില്ല. നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക. നല്ല സത്യസന്ധതയോടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എൻ്റെ പോലെ എന്നെക്കാട്ടിലും നന്നായി ഇല്ലേട്ടാ ചെയ്യാൻ പറ്റും. നമ്മൾ സ്കൂളിൽ പോയ വിദ്യാഭ്യാസം എങ്ങനെ പറയുക, അതിനെക്കാട്ടിലും ഒരു ഇതുണ്ടാവില്ലോ. ഒരാളോട് ഇടപഴകുക എങ്ങനെ, ഒരാളെ മനസ്സിലാക്കുക എങ്ങനെ, അതൊക്കെയാണ് വേണ്ടത് അല്ലേ. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കെട്ടിയന്മാർ വേണം കേട്ടോ. കെട്ടിയന്മാർ വേണം. ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ വേണം നമ്മുടെ വീട്ടിൽ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലൊക്കെ ഒറ്റയ്ക്ക് ചെയ്യണവർ ഒറ്റയ്ക്ക് അതന്നെ പറയണേ, പടവെട്ടി ഒറ്റയ്ക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ ചേച്ചിമാരും അമ്മമാരും എത്ര പേരുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചോട്ടോ. ചിലപ്പോൾ നമുക്കില്ലേ, ആദ്യം നമ്മൾ ചിലപ്പോൾ തോക്കും, രണ്ടാമതും നമ്മൾ തോക്കും, ചിലപ്പോൾ നമ്മൾ മൂന്നാമതും തോക്കും. പക്ഷെ എന്തായാലും 4ാമത് നമ്മൾ എന്തായാലും ജയിക്കാതിരിക്കില്ല. വീണ് തന്നെ നടക്കാൻ പഠിക്കുക. വീഴാതെ ആരും നടക്കാൻ പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെന്താ, വീണവരൊന്നും പിന്നെ നടക്കാതിരുന്നിട്ടുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാരണം മുതലേ പറഞ്ഞിട്ടുണ്ട്, 3 പ്രാവശ്യം നമ്മൾ ഇട്ട് വീഴ്ത്തിയതാണ്. 3 പ്രാവശ്യം ഇട്ട് വീഴ്ത്തിയിട്ട് 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത് സെയിലായിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ ഉറക്കം വരിക. ഇത് നമുക്ക് അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങൾ നമ്മൾ മറന്നു പോകും. പിന്നെ 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 നമുക്ക് ഇതിനോടൊരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ഇത് ശരിയാവും. അപ്പോൾ എൻ്റെ സുകന്യനെയൊക്കെ ഞാൻ ശരിയാക്കി കേട്ടോ. അവളെയൊക്കെ ശരിയാക്കി ഞാൻ ശരിയാക്കി നമ്മൾ ഉഷാറാക്കും. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ മക്കള് ചെറുതാവുമ്പോൾ അമ്മമാരുടെ ഒരു കരുതൽ, ഒരു സ്നേഹം ആ ഒരു സമയത്ത് അവർക്ക് വേണം. അത് ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളായിരിക്കും കുറച്ചും കൂടി കഴിഞ്ഞാലും
ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന കേട്ടിട്ടില്ലേട്ടാ. പിന്നെ നമ്മൾ ഫസ്റ്റ് ചാനലിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓണക്കോടി വാങ്ങാൻ കഴിവില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. നമ്മൾ നിങ്ങൾക്ക് ഓണക്കോടി തരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂണ്ടോ. അപ്പോൾ പിന്നെ നിർത്തുകയാണ് കേട്ടോ. നാളെ കാണാം.